നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വെറുമൊരു ഞായറാഴ്ചയല്ല, ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരു ബമ്പർ ലോട്ടറി അടിച്ച ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഒരു ദിവസം. അതിൽ ഒന്നാമത്തെ കാരണം തൈപ്പൂയമാണ്. രണ്ടാമത് പൗർണമിയാണ് വരുന്നത്. കൂടാതെ നാളെ രവിപുഷ്യ യോഗം. അങ്ങനെ ഈ മൂന്ന് പ്രധാന കാര്യങ്ങൾ കൂടി ഒരേ ദിവസം വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കല്യാണത്തിന് സദ്യയും കിട്ടി, അതോടൊപ്പം നല്ലൊരു പായസവും കിട്ടി, പോരാത്തതിന് ഇരട്ടി മധുരം എന്നോണം കയ്യിലൊരു ഐസ്ക്രീമും കിട്ടി. ഇത് മൂന്നും കൂടെ ഒരുമിച്ച് കയ്യിൽ കിട്ടിയാലുള്ള ഒരു അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അതേ അവസ്ഥ, അതായത് അത്രയും മധുരമുള്ള ഒരു ദിവസമാണ് നാളെ. അപ്പോൾ നാളെ ഇങ്ങനെ വെറുതെ കിടന്നുറങ്ങി കളയേണ്ടതല്ല. സാധാരണ നമ്മൾ പറയാറുണ്ട് ഞായറാഴ്ച ദിവസമാണ്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ കിടന്ന് ഉറങ്ങാം എന്നൊരു ചിന്തയായിരിക്കും, അല്ലെങ്കിൽ കറങ്ങാനൊക്കെ പോകാം എന്ന ചിന്തയായിരിക്കും. എന്നാൽ നാളത്തെ ദിവസം അനുകൂലമായി വന്നു ചേരുന്ന സാഹചര്യം നമുക്കുള്ളതിനാൽ തന്നെ ആ ഒരു സമയം കൊണ്ട് വല്ലതുമൊക്കെ നേടിയെടുക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ അറിയേണ്ട കാര്യം, നാളെ സ്പെഷ്യൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ആകാശത്തെ ഒരു വിന്യാസം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നതെന്നും നോക്കുമ്പോൾ കർക്കിടകം രാശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ സ്വന്തം രാശിയാണ്. അതായത് സ്വന്തം വീട്, സ്വക്ഷേത്രം എന്നൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ പറയും. സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു അവസ്ഥ, അതായത് റിലാക്സ്ഡ് ആയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ, കാഷ്വൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ നല്ല റിലാക്സ് ആയി നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ് ചന്ദ്രൻ നാളെ ഫുൾ പവറിലായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. കൂടാതെ നാളെ പൂയം നക്ഷത്രമാണ്. ശനിയുടെ നക്ഷത്രമാണെങ്കിലും ചന്ദ്രന് ഇവിടെ നിൽക്കാൻ വലിയൊരു ഇഷ്ടം കൂടിയുണ്ട്. നക്ഷത്രം ചന്ദ്രന്റെ അല്ല, ശനിയുടെ നക്ഷത്രമാണെങ്കിൽ പോലും ഈ നക്ഷത്രവും നാളത്തെ ദിവസം വളരെയധികം ഭാഗ്യമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മനസ്സ്, പ്രത്യേകിച്ച് അമ്മമാരെയും സ്ത്രീകളെയും പറയുമ്പോൾ ഒരു മനസ്സ് വളരെ കൂളാകുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാര്യയോടായാലേ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ട് നാളെ പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. കാരണം അവരോട് നമ്മൾ ആവശ്യം പറഞ്ഞാൽ ചോദിച്ചാൽ അത് നമുക്ക് അനുവദിച്ച് കിട്ടും. കാരണം അത്രയ്ക്കാണ് ഗ്രഹങ്ങൾ നാളെ നല്ല കൂളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ രാജാവെന്ന് സൂര്യനാണ്. അപ്പോൾ ആദിത്യം നിൽക്കുന്നത് മകരരാശിയിലാണ്. അപ്പോൾ സൂര്യൻ അവിടെ തനിയെ നിൽക്കുകയല്ല, അവിടെ കൂടെ കുറച്ച് മറ്റ് ഗ്രഹങ്ങൾ കൂടി ഉണ്ട്. ചൊവ്വ, ബുധൻ, ശുക്രൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സൂര്യൻ അതായത് രാജാവാണ്, ചൊവ്വ സേനാനായകൻ അതായത് സുബ്രഹ്മണ്യ സ്വാമി, ബുധൻ ബുദ്ധിമാൻ, ശുക്രനാണെങ്കിലോ സൗന്ദര്യം, ഒരു വ്യക്തി ജീവിതത്തിൽ ആഡംബരങ്ങൾ, പണം എന്നിവയെല്ലാം കൂടി തരുന്ന ഒരു ഗ്രഹം. അങ്ങനെ ഇവരെല്ലാം കൂടി മകരത്തിൽ വളരെയധികം നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസോട് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് നാളെ. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് ജ്യോതിഷപ്രകാരം ചതുർഗ്രഹ യോഗം എന്നൊക്കെ വിളിക്കാൻ സാധിക്കും. അതായത് സർക്കാർ, പണം, ബുദ്ധി, ആവേശം എല്ലാം കൂടി ഒരിടത്ത് വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭൂമിയിലുള്ളവർക്ക്, അതായത് നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഇതിന്റെ ഒരു പ്രഭാവം, ഏത് കാര്യം ഗ്രഹമാറ്റം വരുമ്പോൾ അതിന്റെ പ്രഭാവം അനുഭവത്തിൽ വരുന്നത് നമ്മൾ സാധാരണ മനുഷ്യർക്കാണല്ലോ. അപ്പോൾ ആ ഒരു പ്രഭാവം നാളെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഉണർവുണ്ടാകും. അതേപോലെ മടി പിടിച്ചിരിക്കാൻ തോന്നില്ല എന്നത് വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. ഒരു ആവേശം നാളെ രാവിലെ മുതൽ തന്നെ നമുക്ക് എല്ലാ നക്ഷത്രക്കാർക്കും തോന്നുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. ഇനി നാളത്തെ ദിവസത്തെ സൂപ്പർ ഹിറ്റ് ആക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ രവിപുഷ്യ യോഗമാണ്. ഇതെന്താണെന്ന് നിങ്ങളുടെ അറിവിനായി ഒന്ന് ലളിതമായി പറഞ്ഞു തരാം. അതായത് നാളെ ഞായറാഴ്ച ദിവസമാണ്, പൂയം നക്ഷത്രം, ഇത് രണ്ടും കൂടി വന്നാൽ അതിനെ നമുക്ക് രവിപുഷ്യ യോഗം എന്ന് വിളിക്കാനായി സാധിക്കും. ജ്യോതിഷത്തിൽ ഇതിനൊരു ചൊല്ല് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർണം വാങ്ങാനാണെങ്കിൽ അല്ലെങ്കിലും അതേപോലെ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങുന്നതിന് ഇതിനപ്പുറം നല്ല ഒരു ദിവസം വേറെ ഇല്ല എന്ന് തന്നെ ജ്യോതിഷത്തിൽ പറയാറുണ്ട്. സ്വർണം മാത്രമല്ല, എന്ത് ശുഭകരമായ കാര്യം ചെയ്യാനും, അതേപോലെ വീടിന്റെ തറക്കല്ലിടുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങാനോ, ഇനി അതൊന്നും അല്ലെങ്കിൽ പുതിയൊരു അച്ചാർ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് അച്ചാറാകട്ടെ അല്ലെങ്കിൽ ഒരു പാചകം പരീക്ഷണം നടത്തുന്നത്, അതൊന്നും അറിയാതെ ചെയ്യുന്നതാണെങ്കിലും വിജയം കണ്ടെത്താനുള്ള സാധ്യത നാളെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ദിവസം കൂടിയായിരിക്കും.
സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ പുഷ്യം, അതായത് ശനി, സ്ഥിരതയുള്ള ഒരു നക്ഷത്രം കൂടിയാണ്. അപ്പോൾ നാളെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ പശ വെച്ച് ഒട്ടിപ്പിടിച്ചാൽ എങ്ങനെയായിരിക്കും, ഒരു ഫെവിക്കോളൊക്കെ പുരട്ടി ഒട്ടിക്കുന്ന ഒരു ചിത്രം നല്ല പവറായിട്ട് ഒട്ടിയിരിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തെയും നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് ഉറച്ച് ശക്തിയിൽ നിർത്താനായി നാളത്തെ ദിവസം നമുക്ക് സാധിക്കും എന്നതാണ് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നാളെ ഒരു വെറുതെ പ്ലാൻ ഇട്ടാൽ പോലും അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാനായി സാധിക്കുമെന്നതാണ്. ഇപ്പോൾ തൈപ്പൂയമാണ്, പൗർണമിയാണ്. അതായത് നാളെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തൈപ്പൂയമാണ്. ഒപ്പം പൗർണമി ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പൗർണമി കൂടി. അപ്പോൾ ഈ ഒരു പൗർണമി എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവ് എനർജിയുടെ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ കടൽ പോലും ആവേശത്തിൽ തിരയടിക്കുന്ന ഒരു ദിവസം എന്നാണ് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയണോ? വേണ്ട. അപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, ബുദ്ധി, അതേപോലെ സ്നേഹം, ഇതെല്ലാം നാളത്തെ ദിവസം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ ആരെയും ചീത്ത വിളിക്കാനോ വഴക്കിടാനോ ഒന്നും നിൽക്കരുത്. കാരണം നാളത്തെ നമ്മുടെ സന്തോഷകരമായ മൂഡിനെ നമ്മൾ ഒരു വിധത്തിലും നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് സാരം. അപ്പൊ ശരി, ഇനി എല്ലാവരും കാത്തിരുന്ന ഒരു ഭാഗത്തിലേക്ക് കടക്കാം. അതായത് ആർക്കൊക്കെയാണ് നാളെ ലോട്ടറി അടിക്കാൻ. ലോട്ടറി എന്ന് പറയുമ്പോൾ ലോട്ടറി പോലെയുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രവിപുഷ്യ യോഗം ചില നക്ഷത്രക്കാർക്ക് നാളെ ബമ്പർ ഭാഗ്യവുമായിട്ടാണ് വന്നു ചേരാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങളായിട്ട് വരുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവയാണ്. അപ്പോൾ ശനിദശ നക്ഷത്രക്കാർക്കാണെങ്കിൽ പോലും നാളെ നല്ലൊരു കൊയ്ത്ത് വന്നു ചേരാൻ, അതായത് നല്ല ഒരു ഭാഗ്യ അനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരാൻ സാധിക്കും സാധ്യത കാണുന്നുണ്ട്. പൂയം നക്ഷത്രക്കാർക്കാണെങ്കിൽ ചന്ദ്രൻ സ്വന്തം നക്ഷത്രത്തിൽ തന്നെ നിൽക്കുന്നു എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രാജാവാണ് എന്നൊരു തോന്നൽ വരെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ട ചില അംഗീകാരങ്ങൾ, പണം വെറുതെ പോയി ആരോട് ചോദിച്ചാൽ, തമാശയ്ക്ക് ചോദിച്ചാൽ പോലും കയ്യിലേക്ക് ധനം ആരും തരാൻ മനസ്സ് കാണിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്താഗ്രഹിച്ചാലും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിച്ചെടുക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരു മുന്നറിയിപ്പ് തരാം, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒന്നും തോന്നി കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടരുത്. അതേപോലെ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ പോലും ഒരു ലോട്ടറി എന്തെങ്കിലും എടുത്താൽ മതി, ഒന്നിലധികം ഒന്നും ആവശ്യത്തോടെ എടുത്ത് ചാടി കയ്യിലെ ധനം കളയാതിരിക്കുക, കാശ് കളഞ്ഞ് ഒന്നും വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കാതിരിക്കുക. ഇനി അടുത്ത 3 നക്ഷത്രങ്ങൾ തിരുവോണം, അവിട്ടം, ചതയം. സൂര്യനും ചൊവ്വയും മകരം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ കാര്യങ്ങൾ, അതേപോലെ ലോൺ പാസ്സാകുക, അതല്ലെങ്കിൽ പണ്ട് കൊടുത്ത കടമൊക്കെ തിരിച്ചു കിട്ടുക തുടങ്ങിയതായ ചില അത്ഭുതങ്ങളൊക്കെ നാളെ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആയില്യം, തൃക്കേട്ട, രേവതി ബുധന്റെ നക്ഷത്രക്കാരാണ്. അപ്പോൾ നാളെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് കാരണം എന്തെന്നാൽ ബുധൻ നാളെ സൂര്യന്റെയും ചൊവ്വയുടെയും ഇടയിൽ കിടന്നൊരു വീർപ്പ് മുട്ടുന്നതായ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ നാളെ ഭാര്യയോടാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിനോടായാലും തർക്കിക്കാനൊന്നും നിൽക്കാതിരിക്കുക. അതേപോലെ നീ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിലുള്ള വാദപ്രതിവാദങ്ങളിലേക്കൊന്നും പോകാതെ ഒഴിഞ്ഞു മാറുന്നതാണ് നാളെ ബുദ്ധി. അപ്പോൾ ചിലപ്പോൾ നാക്ക് തന്നെ പിഴയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിക്കുക. ബാക്കി കാര്യങ്ങളിലായാലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നാളത്തെ ദിവസം ഇടപെടുമ്പോൾ ഈ നക്ഷത്രക്കാർ ഒന്ന് സൂക്ഷിക്കുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി വലിയ പൂജയോ ഹോമോ ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. നാളെ രാവിലെ തന്നെ എഴുന്നേൽക്കുക, കുളിച്ച് ശുദ്ധമായി വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടതിന് ശേഷം വിളക്ക് കൊളുത്തി വെക്കുക. അതായത് ചെറിയൊരു മൺചിരാതായാലും മതി, നിങ്ങളുടെ കൈ കൊണ്ടൊരു വിളക്കൊക്കെ തെളിയിക്കുക. കാരണം നാളെ തൈപ്പൂയമായതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നാളെ നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. അതല്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഓം ശരവണ ഭവ എന്നൊരു മന്ത്രം ഒരു 108 ഉരു ജപിക്കുന്നത്, മനസ്സിൽ എന്താണോ നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കണമെന്ന് ഉള്ളത് ആ ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് തന്നെ ജപിക്കാവുന്നതാണ്. മനസ്സിന് സമാധാനം വരികയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരികയും ചെയ്യും. കാരണം പൗർണമിയാണ് നാളെ. അതുകൊണ്ട് തന്നെ പ്രകൃതി തന്നെ പല കാര്യങ്ങളും സാധിച്ചു തരുന്നതിന് സജ്ജമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് നീ എന്ത് എന്നോട് ചോദിച്ചോളൂ, അതൊക്കെ നിനക്ക് ഞാൻ സാധിച്ചു തരാം എന്നൊരവസ്ഥയാണ് നാളെ പൂർണ്ണമായി എല്ലാ നക്ഷത്രക്കാർക്കും പ്രകൃതിയുടെ അനുഗ്രഹമായി വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നാളെ മുതൽ എല്ലാവരും കോടീശ്വരന്മാരാകുമോ എന്ന് ചോദിക്കുകയല്ല വേണ്ടത്. ആകാതിരിക്കാം, പക്ഷെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ നാളത്തെ ദിവസത്തിന് കഴിയും, സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാനായി സാധിക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം അനാവശ്യമായി കളയാതിരിക്കുക, നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക.
ക്ഷേത്ര ദർശനം നടത്തുക. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നാളെ രാവിലെ ആയാലും വൈകിട്ടായാലും തൈപ്പൂയമാണ്. അപ്പോൾ നാളെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ ഒരു ഭസ്മാഭിഷേകം നടത്തുക, അല്ലെങ്കിൽ അവിടെ ഒരു വേല് സമർപ്പിക്കുക. അങ്ങനെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വളരെയധികം മാറ്റവും നേട്ടവും ഉണ്ടാകുന്ന വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ് നാളെ പുലരിയോടുകൂടി നമ്മളെ ഏവരെയും കാത്തിരിക്കുന്നത്. നന്ദി.